ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നൊരു ടെമ്പററി കണക്ഷൻ അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനേ സാധാരണ രീതിയിൽ സെപ്പറേറ്റ് പി വി സി ബോക്സ് വാങ്ങിയിട്ടും അല്ലെങ്കിൽ ഇതേപോലത്തെ ബോർഡ് വാങ്ങി അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് ചെയ്യാറ് കേട്ടോ. നിങ്ങളെങ്ങനെ ചെയ്യാറുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നമ്മളെ ഇലക്ട്രീഷ്യന്മാർക്ക് ഏറ്റവും എളുപ്പമുള്ള സംഭവമാണ് ഇതാണ്. കൊണ്ടുപോയിട്ട് കൺസ്യൂമർ ബസ് അടിക്കുക, പെട്ടെന്ന് പരിപാടി കഴിയും. പക്ഷേ കുറച്ച് പേരൊക്കെ ഇത് മാറ്റി അടിക്കാറുണ്ട്. കാരണം ഇത് എന്താണ് വയർ ചെയ്തത്, ആരാണ് ഇത് വയർ ചെയ്തിരിക്കുന്നത്? ഇതിപ്പോൾ ഒരു ഇലക്ട്രീഷ്യനാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കാലങ്ങളായിട്ട് ഇത് ചെയ്യുന്നവർക്ക് ഇത് എക്സ്പീരിയൻസ് ആയി ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ നോക്കാണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ് വരുന്നത്. ഒരു കൺസ്ട്രക്ഷൻ പർപ്പസ് എന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ തറ തൊട്ടിട്ട് ആ വീടിൻ്റെ കുടിയിരിക്കലിൻ്റെ അന്ന് വരെ ഇത് ആവശ്യമാണ്. അത് കുറച്ച് നേരം കുടിയിരിക്കുക കഴിഞ്ഞാൽ കണക്ഷൻ കിട്ടുന്ന വരെ നമ്മളിത് ഉപയോഗിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് വരുന്നത് ഇതിൽ ഫ്യൂസ് വരുന്നുണ്ട്. ഫ്യൂസ് നമ്മൾ മാറ്റി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ഫ്യൂസിലേക്ക് വരുന്ന ലോക്കൽ ഫ്യൂസാണ്, ഏതാ ബ്രാൻഡഡ് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. പിന്നെ അതേപോലെ പിന്നെ മാറ്റേണ്ട ഒന്നും വേറെ വ്യക്തമായിട്ടൊന്നും വേണം ചെയ്യേണ്ട ആവശ്യമില്ല. RCCB ഐസൊലേറ്ററൊക്കെ നമ്മളാണ് വെക്കാറ്. സോക്കറ്റ് ഒന്നുകൂടി അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഉള്ളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വയറാണ്. വയറെന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് 2.5-ന്റെ കേജ് ഉണ്ടെങ്കിലും ഇതാണ് അതിലേക്ക് വരുന്ന വയർ. അതായത് ഒരു 1.5-ന്റെ തിക്നെസ്സേ ഉള്ളൂ. അപ്പോൾ പല പണിക്കാരും ഉപയോഗിക്കുന്നതാണ്, വെൽഡിംഗ് പണിക്കാർ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വയർ വേഗം കത്തിപ്പോവും, ഇത് ചൂടായിട്ട് കത്തിപ്പോവും. അപ്പോൾ നമ്മൾ ഈ വയർ എന്തായാലും മാറ്റി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ പറയാനില്ല. പിന്നെ പ്രോപ്പറായിട്ട് ഇതിൻ്റെ വയറിംഗ് ഒന്ന് ചെക്ക് ചെയ്യുക. വയറിംഗ് ചില കമ്പനിക്കാർ ചിലവർ നല്ല ബോർഡ് ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. നല്ല ബോർഡ് പറഞ്ഞാൽ അത്യാവശ്യം കേജിലെ വയറൊക്കെ ചെയ്യുന്നുണ്ട്. ചിലവർ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ചെയ്യുന്ന പോലെ പിശുക്കി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വയർ കൊണ്ട് ലൂസ് പോലും ഇല്ല, ടൈറ്റ് ആക്കിയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഡാമേജ് വരും. ചിലപ്പോൾ ബോർഡ് ചിലപ്പോൾ കത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കട്ടോ.